അരുവിക്കര LDF സ്ഥാനാർത്ഥി ജി സ്റ്റീഫനാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ ദിവസം LDFിന്റെ ഭാഗമായി നിന്ന മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ അരുവിക്കര മണ്ഡലത്തിൽ UDF BJP ഡീലാണ് എന്നുള്ള ആരോപണം. എന്തായാലും അത്തരമൊരു ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു ഒരു കാൽക്കുലേഷൻ ഇവിടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കളുടെ മുന്നിലുണ്ട്. ഇവിടെ ആദ്യമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന നുസൂർ അദ്ദേഹമാണ് തിരുവനന്തപുരം ജില്ലയിലൊരു ഡീല് കോൺഗ്രസും BJP ആയിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ആദ്യം പറയുന്നത്. അതിൽ 3 മണ്ഡലമാണ് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. 1 നേമം, 2 വട്ടിയൂർക്കാവ്, 3 അരുവിക്കര. അത് ശരിയാണോ ഇല്ലേ എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ ചിത്രം വ്യക്തമാകൂ. പക്ഷേ അരുവിക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ വോട്ട് കുറഞ്ഞു. BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശിവൻകുട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. അദ്ദേഹത്തിന് 15,000 വോട്ട് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം നേടാൻ കഴിഞ്ഞുള്ളൂ. 15,000 രാഷ്ട്രീയ വോട്ടേ BJPക്ക് ഒന്നുള്ളൂ എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇപ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അവസാനം BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥലം, അത് നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ തലേദിവസമാണ് അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് തന്നെ തെളിവാകുന്നത് ഈ മണ്ഡലം BJP ശ്രദ്ധിക്കുന്നില്ല, അവരുടെ പൊളിറ്റിക്കൽ വോട്ടുകളെല്ലാം സമാഹരിക്കാൻ വേണ്ടിയുള്ള നീക്കം അവർ നടത്തുന്നില്ല എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും വോട്ടർമാരുടെ ഭാഗത്തുനിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP അവരുടെ പൊളിറ്റിക്കൽ വോട്ടുകളെല്ലാം സമാഹരിക്കാൻ ശ്രമിക്കേണ്ടത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ്. ഡീല് MLA ഭയപ്പെടുന്നുണ്ടോ? അത്തരമൊരു ഡീലുണ്ടായാൽ എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവ് ആകുമെന്ന്? അങ്ങനെ ഒരു ഭയപ്പാടില്ല. രാഷ്ട്രീയമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് ബൾഗായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഭയപ്പാടെന്നുള്ള വാക്കിന് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രസക്തിയേ ഇല്ല. ഏത് തരത്തിലുള്ള ഡീലുകൾ വന്നാലും, ഏത് തരത്തിലുള്ള മലക്കം മറിച്ചിലുകൾ വന്നാലും ഈ മണ്ഡലത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ കൃത്യമായ നിലപാടെടുക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള നിലപാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എല്ലാവിധ ആശംസകളും. എന്തായാലും MLA ജി സ്റ്റീഫനും തിരക്കിലാണ്. മണ്ഡലത്തിൽ ഓടിയെത്തുക, വലിയ മണ്ഡലമാണ്, അതുകൊണ്ട് തന്നെ ഓടിയെത്തുക എന്നുള്ളത് വലിയ ശ്രമപ്പെട്ട പണിയാണ്. എന്തായാലും ആ തിരക്കിലാണ് MLA സ്റ്റീഫനും. പ്രിയനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.